ഇന്നലെ ഒരു ഇക്കാക്ക വന്ന് പറഞ്ഞ സംഭവമാട്ടോ ഞാൻ ഈ പറയാൻ പോകുന്നത്. ചിലപ്പോൾ ഈ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. സംഭവം മറ്റൊന്നുമല്ല, അവർ തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നു. ഒരുപാട് കാലം പ്രണയിച്ച് നടന്നു. 1-2 വർഷമല്ല, 8 വർഷം. ഇതിനിടയിൽ അവളുടെ വീട്ടിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അന്ന് വീട്ടുകാർ തമ്മിൽ ചെറിയൊരു എതിർപ്പൊക്കെ ഉണ്ട് എങ്കിലും അതൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് അവൻ തന്നെ ആയിരുന്നു. പഠിത്തമാവട്ടെ, ഡ്രസ്സാവട്ടെ, മറ്റുള്ള കാര്യങ്ങളാവട്ടെ, എല്ലാ കാര്യവും അവൻ തന്നെ ആയിരുന്നു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ലൊരു ജോലി കിട്ടി. അവൾ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ജോലി സ്ഥലത്ത് നിന്ന് ഒരുത്തനെ പരിചയപ്പെട്ട് അവളും അവനും തമ്മിൽ കമ്പനിയായി. പിന്നീട് അങ്ങോട്ട് അവളുടെ സ്റ്റാറ്റസിനൊത്തൊരാളല്ല അവൻ എന്നൊക്കെ അവൾക്ക് തോന്നി തുടങ്ങി. അവൾക്ക് നല്ലൊരു ജോബൊക്കെ ആയപ്പോൾ ആ കൂലിപ്പണിക്കാരൻ അവൾക്ക് വേണ്ടാണ്ടായി. പതിയെ അവോയ്ഡിങ് ഒക്കെ തുടങ്ങി. മിണ്ടാണ്ടായി, മെസ്സേജ് ആക്കാണ്ടായി, വിളിച്ചാൽ ഫോൺ എടുക്കാണ്ടായി. അവസാനം ഇനി ഇത് മുന്നോട്ട് പോവില്ലടാ, എൻ്റെ വീട്ടിൽ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ബ്രേക്കപ്പും പറഞ്ഞു. അന്നവൾ അതും പറഞ്ഞു പോയി 15 ദിവസം പോലും കഴിഞ്ഞില്ല. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അവൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരാളുമായിട്ട് അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ളത്. എന്താല്ലേ, ഇത്രയേ ഉള്ളൂ ഓരോ പ്രണയം. 8 വർഷം പ്രണയിച്ച് കൂടെ നടന്നവനെ സ്റ്റാറ്റസിൻ്റെ പേരിൽ, നല്ല ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ, അവൾക്ക് നല്ല ജോലി കിട്ടിയതിൻ്റെ പേരിൽ, എന്തെല്ലാം കാരണത്തിൻ്റെ പേരിലാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഇപ്പോൾ ഒഴിവാക്കിയിട്ട് പോകാൻ. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, പറ്റുവാണെങ്കിൽ പ്രണയിച്ച ആളെന്നെ കെട്ടാൻ നോക്കുക, അല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് പോവാണ്ടിരിക്കുക.